ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നോട്ടിവിനു. അപ്പോൾ നമ്മളിന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന FC മൊബൈലിലെ എൻ്റെ സ്ക്വാഡ്, എൻ്റെ ക്ലബിനെയും പിന്നെ എൻ്റെ ഇന്ന് ഇപ്പോൾ FC മൊബൈലിലുള്ള ഇവൻറ്റ്സിനെയൊക്കെ പറ്റിയിട്ടാണ്. അപ്പം എല്ലാവരും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് നമുക്ക് ഡെയിലി റിവാർഡ് കളക്ട് ചെയ്യണം. അങ്ങനെ ആക്ടിവിറ്റീസിൽ പോയിട്ട് നമുക്കൊരു എത്രയോ 3 ലക്ഷം ഡയമണ്ട്സ് അല്ല കോയിൻസ് എങ്ങാണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത് എൻ്റെ സ്ക്വാഡിനെ പരിചയപ്പെടാം. എൻ്റെ ടീം എന്ന് പറയുന്നത് എൻ്റെ ടീം റയൽ മാഡ്രിഡാണ്. അപ്പം നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഗോൾ കീപ്പറിനെ തന്നെയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഗോൾ കീപ്പർ. ഇദ്ദേഹത്തിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ ഇത്തിരി വായിക്കൊള്ളാത്ത പേരാണ്. വെലൻ റായ്ത്തുർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇതാണ് നമ്മുടെ ഗോൾ കീപ്പർ. ഇദ്ദേഹം നല്ല രീതിക്കുള്ള ഫിസിക്കൽ 94 ഉണ്ട്. പിന്നെ അത്യാവശ്യത്തിന് ഡൈവിംഗ് ഒക്കെ ഉള്ളൊരു നല്ലൊരു പ്ലെയറാണ് നമ്മുടെ ഒരു ടൈമിന്. അദ്ദേഹം ജർമ്മൻ പ്ലെയറാണ്. റയൽ മാഡ്രിഡിൻ്റെ ഈ ഒരു ജേഴ്സി ഇട്ടിട്ട് കുഴപ്പമൊന്നുമില്ല കാണാൻ. അടുത്ത നമുക്ക് ഡിഫൻഡേഴ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ കാർലോസ് പൂയൽ, ലലിഗയുടെ ഇവൻ്റ് പ്ലെയറാണ് കാർലോസ് പൂയൽ. ഇതെല്ലാം അദ്ദേഹത്തെ നോക്കുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഡിഫെൻഡിങ് ഒക്കെ 131, ഫിസിക്കൽ 120 ഫിസിക്കലൊക്കെയാണ് കാർലോസ് പൂയലിനുള്ളത്. സ്പെയിനിൻ്റെ തന്നെ ഏറ്റവും നല്ല ഡിഫൻഡേഴ്സ്, ബാഴ്സലോണയുടെ ഡിഫൻഡർ ഇപ്പോൾ റയലിന് വേണ്ടി കളിക്കുകയാണ്. നല്ലൊരു ദയനീയമായ ഒരവസ്ഥ. ഇത്രയും അടുത്തത് നമ്മുടെ സെൻറ്റർ ബാക്ക്, 2 സെൻറ്റർ ബാക്ക്സ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് സെൻറ്റർ ബാക്കാണ് 106 കടേന. അദ്ദേഹം സ്പെയിൻ പ്ലെയറാണ്. നല്ല ഡിഫെൻഡിങ് 114 ഡിഫെൻഡിങ്ങും ഫിസിക്കൽ 112 ഉണ്ട്. അടുത്ത് നമുക്ക് അടുത്ത പ്ലെയറിനെ നോക്കാം. അടുത്തത് ഇച്ചിരി വായിക്കൊള്ളാത്ത പേരുള്ള പ്ലെയേഴ്സൊക്കെ തന്നെയാണ് നമ്മുടെ ഇതിനകത്തുള്ളത്. സ്ലോട്ടർ ബെക്ക് എന്ന് പറയുന്ന ഒരു ജർമ്മൻ പ്ലെയറാണ് നമുക്കുള്ളത്. ബർഡസ് ലീഗയിൽ കളിക്കുന്ന പ്ലെയറാണ്. ഡിഫെൻഡിങ് 122 ആണ്. 106 ആണ്. ഞാൻ ഇതുവരെയായിട്ടും റാങ്ക് ചെയ്തിട്ടില്ല. അടുത്ത നമ്മുടെ ലെഫ്റ്റ് ബാക്ക് കപ്പഡവില്ലയാണ്. അപ്പം കപ്പഡവില്ല ഞാൻ ഇതൊരു റാങ്ക് അപ്പും ചെയ്തിട്ടില്ല, ട്രെയിനിങ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് ഫിസിക്കൽ 106 ഡിഫെൻഡിങ് ഉണ്ട്. അടുത്ത നമുക്ക് സെൻറ്റർ ഡിഫെൻഡിങ് മിഡ്ഫീൽഡ് ഫബിൻഹോയാണ്, ബ്രസീലിയൻ പ്ലെയർ ഫബിൻഹോ. അദ്ദേഹത്തിൻ്റെ ഡിഫെൻഡിങ് 106 ഫിസിക്കലുമാണ്. ഈക്വലാണ്. ഇതാണ് നമ്മുടെ ചേട്ടൻ. ഇച്ചിരി മൊട്ടക്കൂട്ടനാണ്, കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട് കാണാനാളെ. അപ്പം അതാണ് നമ്മുടെ ആൾ. അല്ലെങ്കിൽ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം റൈറ്റ് മിഡ്ഫീൽഡായ ബെക്കാം. അദ്ദേഹത്തിൻ്റെ ബെൻഡിങ് ഒക്കെ ഇപ്പോഴും ഇതിനകത്ത് നല്ലതാണ്. ഡിഫെൻഡിങ് 80, ബാക്കിയെല്ലാം കുഴപ്പമില്ല. ഷൂട്ടിങ് 104 ഉണ്ട്. പാസിങ് 119 പാസിംഗ് ആണ്. ഡേവിഡ് ബെക്കാം ഇംഗ്ലണ്ടിനെ തൻ്റെ ഏറ്റവും ഐക്കണിക് ആയിട്ടുള്ള പ്ലെയറാണ്. നമുക്കിപ്പോൾ ബെക്കാം ക്രോണിക്കിൾസിൽ നിന്നാണ് എനിക്ക് ഈ പ്ലെയറിനെ കിട്ടിയത്. നമ്മൾ നോക്കാൻ പോകുന്നത് ലെഫ്റ്റ് മിഡ്ഫീൽഡാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പേര് പൗളോ ഫ്യൂച്ചർ, പോർച്ചുഗൽ പ്ലെയറാണ്. പോർച്ചുഗലിൽ ഒരു പ്ലെയർ ഉള്ള കാര്യം ഇപ്പോഴാണ് അറിയുന്നത് തന്നെ. എനിക്കിത് 15 ഇവൻറ്റിൽ നിന്ന് കിട്ടിയതാണ്. ഇപ്പം അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് കക്കയാണ്. 101 ക്യാം. അത് നമ്മുടെ ഐക്കൺ ക്രോണിക്സ് ഹെക്സൈഡിൽ നിന്ന് നമ്മൾ കളിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റേഴ്സ്, ഏതൊരു ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് റിവാർഡാണ് കക്ക. ഇതാണ് കക്ക. അടുത്ത് നമുക്കിനി സ്ട്രൈക്കേഴ്സിനെയാണ് നോക്കാനുള്ളത്. ഫോർലനാണ് നമ്മുടെ ഇനി അടുത്തൊരു സ്ട്രൈക്കർ. നമ്മുടെ ലല്ലീഗയുടെ തന്നെ ഒരു ലല്ലീഗ ഇവൻറ്റിനകത്ത് നിന്ന് ഞാൻ എടുത്തതാണ് ഫോർലനെ, ഡിയോഗോ ഫോർലൻ. പിന്നെ അടുത്ത് നമുക്ക് അമൗറയാണുള്ളത്. 103 ആണ് അമൗറ. 106 ഷൂട്ടിംഗ് ഒക്കെ ഉള്ളതാണ് നമ്മുടെ അമൗറ. നമ്മുടെ നല്ലൊരു പ്ലെയറാണ്. ഓക്കെ, അടുത്തത് എനിക്ക് ആദ്യം കിട്ടിയ സ്ട്രൈക്കറാണ്. ഇനി അടുത്ത എനിക്ക് 103 ഈ ഒരു ടീമും ഉണ്ട്. ഒരു ടീമും കൂടെ ബെല്ലിംഗ്ഹാമത്തിന് എനിക്ക് ഈ ഒരു ഇവൻറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. പിന്നെ ഇതൊക്കെ നമ്മളിപ്പോൾ കണ്ട പ്ലെയേഴ്സൊക്കെയാണ് ഇതിനകത്തുള്ളത്. ലെഫ്റ്റ് ബെല്ലിംഗ്ഹാം, അമോറ, അതൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ കുറച്ച് കാസ്ലാസ് ഒക്കെ ഉണ്ട് നമ്മളെ ഗോൾ കീപ്പർ. അപ്പോൾ നമുക്കിനി അടുത്തത് നമ്മുടെ ഇവൻറ്റ്സ്, കുറേ ഇവൻറ്റ്സ് ഇറങ്ങിയിട്ടുണ്ട്. ആ ഇവൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. നമുക്ക് ഇവൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പിച്ച് ബീറ്റ്സ് എന്നും പറഞ്ഞൊരു ഇവൻ്റ് ഉണ്ട്. റോഡ് ടു ഫൈനലുണ്ട്. അത് നമുക്ക് പിച്ച് ബീറ്റ്സ് എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് നമുക്കിപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ റോഡ് ടു ഫൈനൽ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അത് കണ്ടില്ലേ. ഇനി ഈ മെയിനിലും ഉണ്ട് കുറച്ച്, അത് ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട്. എല്ലാം കൂടി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത ലല്ലീഗയാണ് പിന്നെ വരുന്നത് ഗായ്സ്. അപ്പം ലല്ലീഗ ഇതാണ്. ലല്ലീഗയിൽ നിന്നാണ് ഞാൻ മറ്റേതൊക്കെ എടുത്തിരിക്കുന്നത്. അടുത്ത സ്കൗട്ടിങ് ക്യാമ്പ് ചലഞ്ച്, അതൊക്കെ നമുക്ക് പിന്നെ പണ്ടേ ചലഞ്ച് മോഡൽ കിക്ക് ഓഫ്. ഒക്കെ അടുത്ത ഫുട്ബോൾ സെൻറ്ററല്ല, നമുക്കിപ്പം പുതിയ കീ മാച്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോഴാണ് നോക്കുന്നത്. ഇൻ്റർ മയാമി ആയിട്ടുള്ള
അപ്പം ഇവിടെ നമുക്കിത് ഞാനിപ്പോൾ ഈ 102 സെൻട്രൽ അറ്റാക്ക് മിഡ്ഫീൽഡ് ബെല്ലിംഗ്ഹാമിനെ എടുക്കാനുള്ള ശ്രമത്തിലാണ്. പിന്നെ ഫുട്ബോൾ സെൻറ്ററിലേക്ക് കടക്കുമ്പോൾ ഇവിടെ UEFA ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു UEFA ചാമ്പ്യൻസ് ലീഗ് ഇപ്പോൾ കളിക്കുകയാണ്. ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഇനി വരാൻ പോകുന്ന വീഡിയോ UEFA ചാമ്പ്യൻസ് ലീഗ് സീരീസ് ആയിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഏത് ടീമാണ് എടുക്കേണ്ടത്, ആ ടീം ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ കമൻറ്റിലൊന്നുമില്ലെങ്കിൽ റയൽ മാഡ്രിഡ് ചൂസ് ചെയ്യൂ. ഇപ്പോൾ ഞാൻ മാഞ്ചസ്റ്റർ സിറ്റിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു UEFA ചാമ്പ്യൻസ് ലീഗ് കളിച്ചതിന് ശേഷമായിരിക്കും ഞാൻ ഇനി എടുത്ത പുതിയ UEFA ചാമ്പ്യൻസ് ലീഗ് സീരീസ് തുടങ്ങാൻ പോകുന്നത്. ഓരോ മാച്ചും ഓരോ പാർട്ടായിട്ടായിരിക്കും. ഒരു ഇൻട്രോ വീഡിയോ ഉറപ്പായിട്ടും കാണുന്നതാണ്. അപ്പം ഇതിനകത്ത് എൻ്റെ ടീം വേണം ജസ്റ്റ് ഒന്ന് കാണിക്കാം. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ടീം ഇതാണ്. ജസ്റ്റ് ഒരു ടീം നമ്മൾ ഇനി അടുത്താൽ നമുക്ക് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഇവൻറ്റ്. ഇനി ക്രോണിക്സിലേക്ക് പോകാം. ഇവിടെ തന്നെ കുറച്ച് ഇവൻറ്റ് ഉണ്ട്. പിന്നെ ക്രോണിക്സിനകത്ത് ഹീറോ ക്രോണിക്സ്, വെക്കം ക്രോണിക്സ്, ഡെയിലി ക്രോണിക്സ്, ഐക്കൺ ക്രോണിക്സ്, സഡേ ഐക്കൺ ക്രോണിക്സ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ അപ്പം എല്ലാവരും നമുക്കിനി സ്റ്റോറിൽ കുറേ പാക്കുകളുണ്ട്. ഇതേ കണ്ട 3000 കൊടുത്ത് ഇപ്പോൾ 102 to 107 വരെയൊക്കെ ഉള്ള ഇവൻറ്റ്സും 300 ഡയമണ്ട്സ് കൊടുത്താൽ കിട്ടും. അപ്പോൾ ഇവിടെ കുറേ ഇവൻറ്റ്സും അല്ലാതെയുള്ള സ്റ്റോറി തന്നെ. ഈ ടൂർണമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ UEFA ചാമ്പ്യൻസ് ലീഗ് കളിച്ച് നേടേണ്ടതാണ്. ഈ ഒരു ടൂർണമെൻറ്റിൽ നമുക്ക് റിവാർഡ് കളക്ട് ചെയ്യണമെങ്കിൽ ഇനി അടുത്ത് നമുക്ക് ഇവിടെ 3000 ഡയമണ്ട് കൊടുത്തിട്ട് പോയോ അതേ കിടക്കുന്നു. ഓക്കെ, അതാണ് ഇത്. ഇവിടെ കുറേ പ്ലേയേഴ്സൊക്കെ ഉണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പം നമ്മുടെ UEFA ചാമ്പ്യൻസ് ലീഗ് സീരീസ് ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ആ ഒരു സീരീസ് ഉറപ്പായിട്ടും കാണേണ്ടതാണ്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെയൊക്കെ ആയിരിക്കും ഇടുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഏത് ടീം വേണം സെലക്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സബ്സ്ക്രൈബ്.